നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്നായിട്ടുള്ള അധികാര കേന്ദ്രങ്ങളാണുള്ളത്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഇതിൽ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതി ഇപ്പോൾ ചില നിർണായകമായിട്ടുള്ള ഉത്തരവുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയെ അതിനെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും രാഷ്ട്രപതിയുടെ പ്രതിനിധിയായിട്ടുള്ള ഗവർണർമാർക്ക് അധികാരമില്ല എന്ന സുപ്രീം കോടതി നിരീക്ഷണം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും തന്നെ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പല നീക്കങ്ങളെയും സുപ്രീം കോടതി തടയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാണ്. രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരം ഇല്ലെന്നും സമ്പൂർണ്ണമായ വീറ്റോ അധികാരം ഒരിക്കലും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. സുപ്രീം കോടതി പ്രധാനമായിട്ടും ജുഡീഷ്യറിയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ള ഒരു നിയമ സംവിധാനമാണ്. അവിടെ എത്തുന്ന ഏത് ഹർജികളായിരുന്നാലും അത് വളരെ കൃത്യമായിട്ടും ആരുടെയും പക്ഷം ചേരാതെ അതിനെ പരിഹരിക്കുക എന്നുള്ളത് സുപ്രീം കോടതിയുടെ പരമോന്നത ഉത്തരവാദിത്വം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ വിവിധ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരിനും ഗവർണർമാർക്കുമെതിരെ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. അതായത് കേന്ദ്രം ഒരു പകപോക്കൽ രാഷ്ട്രീയം നടത്താനായിട്ട് ഗവർണർമാരെ ഉപയോഗിക്കുകയാണെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് അത് കൃത്യമായും ഗവർണറിന് ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയക്കാം. പക്ഷേ രാഷ്ട്രപതിക്ക് അത് ഒപ്പിടാൻ താല്പര്യമില്ലെങ്കിൽ 3 മാസത്തിനകം അത് തിരിച്ചയക്കണം. പിന്നീട് വീണ്ടും സഭ കൂടി പാസ്സാക്കുന്ന ബില്ല് രാഷ്ട്രപതിക്ക് 1 മാസത്തിനുള്ളിൽ ഒപ്പിട്ടേ മതിയാവും. അതാണ് ഭരണഘടനയിലെ നിയമം. ഭരണഘടന പ്രകാരം രാഷ്ട്രപതിക്ക് അധികാരപരിധി വളരെ കുറവാണ്. കാരണം രാഷ്ട്രപതിയുടേത് ഡയറക്റ്റ് ഇലക്ഷൻ അല്ല. ഇന്ത്യ എന്ന രാജ്യത്ത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും കൂടി ആ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെയും ഡൽഹി, പോണ്ടിച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കൊളീഗിലെ ആ ഒരു അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ അറിയാഞ്ഞിട്ടല്ല. ലോകത്ത് മറ്റ് ചില രാജ്യങ്ങളിൽ രാഷ്ട്രപതിക്ക് കൂടുതൽ അധികാരമുണ്ട്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലാകട്ടെ പ്രധാനമന്ത്രിക്കാണ് ഇവിടെ കൂടുതൽ അധികാരമുള്ളത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കുമാണ് അധികാരമുള്ളത്. അവരാണ് പാർലമെൻറ്റിലും നിയമസഭാ അസംബ്ലിയിലും ഒക്കെ തന്നെ ബില്ലുകൾ പാസ്സാക്കി അത് ഒരു നിയമമാക്കാനായിട്ട് അയക്കുന്നത്. ഇത്തരത്തിൽ നിയമമാക്കാൻ വിടുന്ന പ്രക്രിയയെ തടയാനായിട്ട് ഒരിക്കലും രാഷ്ട്രപതിക്കോ അതല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാർക്കോ അധികാരമില്ല എന്നുള്ളത് സുപ്രീം കോടതി വീണ്ടും ഇപ്പോൾ അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇക്കാര്യങ്ങളിൽ സമചിത്തതയോടുകൂടി തീരുമാനമെടുക്കണമെന്നൊരു ഉപദേശം കൂടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം, തമിഴ്നാട്ടിൽ ബില്ലുകളൊക്കെ തടഞ്ഞു വെച്ചും അതുപോലെ ബില്ലുകൾ പാസ്സാക്കാതെ അവിടുത്തെ ഗവർണർ RN രവി നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ പാളിപ്പോയത് അത് രാജ്യം മുഴുവൻ കണ്ടതാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ഒരൊറ്റ ഉത്തരവ് കൊണ്ട് തന്നെ ഏതാണ്ട് 10ഓളം ബില്ലുകൾ തമിഴ്നാട് സർക്കാർ നിയമമാക്കി അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ ദ്രോഹിക്കാൻ ഗവർണർമാരെ ഇറക്കി കളിക്കാമെന്നുള്ള കേന്ദ്രത്തിൻ്റെ അടവും രാഷ്ട്രപതിയെ ഉപയോഗിച്ച് അത് അട്ടിമറി നടത്താമെന്നുള്ള ശ്രമവും സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവിലൂടെ ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്ന പരിമിതികൾ എന്തൊക്കെയെന്ന് ഇപ്പോൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കുക എന്നാണ് സുപ്രീം കോടതി ഇതിലൂടെ ഇപ്പോൾ അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.